സംസ്ഥാനത്ത് ഭീതി പരത്തി കുറുവാ സംഘം വടക്കൻ പറവൂർ തൂയിത്തര പാലത്തിന് സമീപത്ത് കുറുവാ സംഘം ഇറങ്ങിയതായി സംശയം. നിരവധി വീടുകളിൽ മോഷണത്തിന് കയറാൻ ശ്രമിച്ചു. ഏതാനും പേർ CCTVയിൽ പതിഞ്ഞു. അതിനിടെ ആലപ്പുഴയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന മോഷണ സംഘത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. പുന്നപ്രയിൽ വ്യാഴാഴ്ച രാത്രി യുവാവിനെ ആക്രമിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയും ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവും ഉണ്ട്. ആദ്യം സഹിൻ ആന്റണിയിലേക്കാണ്. സഹിൻ, ഈ കുറുവാ സംഘത്തിനോട് ഏറ്റവും ആശങ്ക തോന്നുന്ന കാര്യം ഇവരുടെ മോഷണ രീതിയാണ്. ആക്രമണം നടത്തി മോഷണം നടത്തുക എന്നുള്ളതാണ് ഇവരുടെ രീതി. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്നതും. നമ്മൾ ഈ വടക്കൻ പറവൂരിൽ കണ്ടത് കുറുവാ സംഘം തന്നെയാണ്. പോലീസ് എന്താണ് പറയുന്നത്? ഇങ്ങനെയായിരിക്കും രാത്രി സമയങ്ങളിൽ ഈ കുറുവാ സംഘം വീടുകളുടെയൊക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒളിച്ചു നിൽക്കും. പ്രത്യേകിച്ചും മുഖമെല്ലാം മറച്ചുകൊണ്ട്, ഞാനിപ്പോൾ നിൽക്കുന്നത് പോലെ മുഖമെല്ലാം മറച്ചുകൊണ്ട് ഇങ്ങനെ ഒളിച്ച് പമ്മി ഇവരൊരു വലിയ സംഘമായിട്ട് വരും. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മതിലൊക്കെ വളരെ നിഷ്പ്രയാസം. എനിക്ക് ചാടിക്കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവർക്ക് വളരെ നിഷ്പ്രയാസം വളരെ ഈസിയായി ചാടിക്കിടക്കാനും പറ്റും. ഈ ചാടിക്കടന്നതിന് ശേഷം ഈ സംഘം ഇതുപോലുള്ള ഇടവഴികളിലും ഭാഗങ്ങളിലുമെല്ലാം ഒളിച്ചു നിൽക്കുകയാണ് പതിവ്. പ്രത്യേകിച്ചും ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നിസ്സാരമായി തന്നെ ഇവർ അവിടെ നിൽക്കുമെന്നുള്ളതാണ്. എന്തായാലും പറവൂരിൽ വന്നിരിക്കുന്നത് കുറുവാ സംഘം എന്നുള്ളൊരു ഭയം ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും വലിയ ഭയമുണ്ട്. എന്താ സംഭവിച്ചേക്കണത്? ഞാൻ ഈ വാർഡിലത്തെ മെമ്പറാണ്. 13-ാം തീയതി ഒരു 12 മണിക്കും 2 മണിക്കും ഇടയിലായിട്ട് ഇങ്ങനെ ആയുധങ്ങളെന്ന് പറയാനില്ല, കമ്പിപ്പാരകളും അതുപോലെ തന്നെ അവരുടെ വേഷവിധാനങ്ങളും എല്ലാം കൊണ്ട് നോക്കുമ്പോൾ കുറുവാ സംഘങ്ങളാണ് വന്നിട്ടുള്ളത്. ആ വീട്ടിലിപ്പോൾ ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അവര് 2 പേരുണ്ടായിരുന്നു. ഒരു ചേച്ചിയും മോളും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഒരു വയോജന. ഇപ്പൊ ഈ പരിസരത്ത് വൈകുന്നേരങ്ങളിൽ ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ്, പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ്. മതിലൊക്കെ ചാടി വളരെ വേഗത്തിൽ അവര് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രായമായുള്ളവരെ മാത്രം താമസിക്കുന്ന ഇടങ്ങളിലാണെന്ന് തോന്നുന്നത്. താമസിക്കാൻ പേടിയുണ്ടോ? അത്യാവശ്യം നല്ല പേടിയായി ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ. നമ്മുടെ വീട്ടിലിങ്ങനെ 13-ാം തീയതി ഒരു 2:20 നമ്മൾ സൗണ്ട് കേട്ട് എഴുന്നേക്കുന്നത്. അപ്പൊ നോക്കിയപ്പോ വാതിലിന്റെ ഇങ്ങനെ കുറ്റി ഊരിയിരിക്കുന്നതായിട്ടാണ് നമ്മള് കണ്ടത്. അപ്പൊ നമ്മള് ലൈറ്റ് ഇട്ടു. പുറവശത്തെ വാതിലിനെയാണ് കണ്ടത്. അപ്പൊ നമ്മള് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒച്ച അനക്കോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. പിന്നീടാണ് നമ്മൾക്ക് എൻ്റെ വീട്ടിലില്ല CCTV. അപ്പൊ ഈ തൊട്ടടുത്ത വീട്ടിലെ CCTV ആരെയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അവര് കയ്യില് കമ്പിപ്പാര പോലുള്ള സാധനങ്ങള്, തലയില് മുഖം മൂടി ഇട്ടിട്ട് മാസ്ക് ഒക്കെ ഇട്ട് കറുത്തതായിട്ടാണ് നമ്മൾ അതില് ദൃശ്യത്തിൽ കാണുന്നത്. പിന്നെ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു നിക്കർ പോലുള്ള എന്ന് വെച്ചാൽ ആരെങ്കിലും പിടിക്കാൻ പറ്റാത്ത വിധത്തിലാണെന്ന് തോന്നുന്നു അവരുടെ ഇത്. അപ്പൊ ഒച്ച കേട്ട് കഴിയുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയില്ല. ഒച്ച കേട്ട് കഴിയുമ്പോൾ പുറത്തിറങ്ങിയാൽ നമ്മൾ ആക്രമിച്ചിട്ട് സ്വർണ്ണമൊക്കെ ആയിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് തോന്നുന്നു നമുക്ക്. അങ്ങനെയാണ്. കൂടുതൽ വീടുകളിലൊക്കെ പോയിട്ടുണ്ടോ? തീർച്ചയായും കരുമാടം മുതൽ ഈ ചേന്നമംഗലം പാലം വരെയുള്ള ഒരുപാട് വീടുകളിൽ ഇവർ പോയിട്ടുണ്ട്. ഇതിന്റെ ഒരു ശ്രദ്ധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിന് ആദ്യത്തെ വീടുകളിലല്ല, സെക്കൻഡ് ലെയർ വീടുകളിൽ മൊത്തം തന്നെ ഒരു 10-15 വീടുകളിൽ നിരന്ന് വന്നിട്ടുണ്ട്, വന്നിരിക്കുകയാണ്. അതിപ്പോ എന്റെ വീട്ടിൽ വന്നിട്ട് ഈ കാരണന്മാരൊക്കെ കൂടുതലുള്ള ഇടങ്ങളിലാണ് വന്നേക്കുന്നത്. അതെ, ഒരു പ്രത്യേക രീതിയിലാണ് അവർ വന്നിരിക്കുന്നത്. വേഷവിധാനം തന്നെയാണ്. ഡ്രസ്സ് വളരെ കുറവായിരുന്നു. കണ്ടാൽ നമ്മൾ പേടിക്കുന്ന രീതിയിൽ കമ്പിപ്പാരയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ പുറകുവശത്ത് ലോക്ക് അവർ തട്ടി തുറന്നു. ഒരു ലോക്ക് തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ ലൈറ്റ് ഇട്ടപ്പോൾ ആ പെട്ടെന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞത് ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. പെട്ടെന്ന് അവരെ നമുക്ക് രക്ഷപ്പെടാനും അവർ ഓടിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപക്ഷെ അവർ അകത്തേക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടേനെ. ശരിക്കും പറഞ്ഞാൽ ഭീതിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം കിടന്നുറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലീസുകാർ ഇവിടെ പെട്രോളിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും കൂടെ ശക്തമാക്കി ഞങ്ങളെ ശരിക്കും സംരക്ഷിക്കണം തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ആളുകളൊക്കെ സംഘടിക്കാൻ തുടങ്ങിയോ? സംഘടിക്കുന്ന പഴയ കാലമല്ലല്ലോ ഇപ്പോ. എല്ലാവരും പണി കഴിഞ്ഞ് വന്ന് വളരെ ഇതായിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങാത്തൊരു കണ്ടീഷനാണ് ഇപ്പൊ ഇവിടുത്തെ. പേടി കൂടി. പേടിയാണ് ഭയങ്കര. അത് തന്നെയാണ്. കാരണം ഈ കുറുവാ സംഘത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ തിരുട്ട് ഗ്രാമത്തിലുള്ള ആളുകളായിരുന്നു തമിഴ്നാട്ടിലെ. അവർ പിന്നീട് പല സംഘങ്ങളായി പിരിഞ്ഞു. അവർ ഈ അർദ്ധനഗ്നരായിരിക്കും പലപ്പോഴും. നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഈ ഇടവഴികളും അതേപോലെ തന്നെ പമ്മിയിരിക്കാൻ കഴിയുന്ന ഇടങ്ങളായിരിക്കും പ്രത്യേകിച്ച് ഒരു തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പമ്മിയിരുന്ന് ശരീരം ആസകലം എണ്ണയും കരിയും എല്ലാം തേച്ച് അർദ്ധനഗ്നരായി ആരെങ്കിലും തന്നെ പിടികൂടിയാൽ ആക്രമിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. മറ്റൊരു രീതി എന്ന് പറയുന്നത് വീടിന് പുറത്ത് വന്നു നിന്ന് കുട്ടികൾ
കരയുന്ന ശബ്ദം ഉണ്ടാക്കുക, അല്ലെങ്കിൽ പൈപ്പ് തുറന്നു വെക്കുക, ഇതെല്ലാം സ്വാഭാവികമായും ഉടമയെ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളെ ഉണർത്തുകയും അവരെ പുറത്തേക്ക് വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു രീതി. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവരെ ആക്രമിച്ച് അവിടെ മോഷണം നടത്തുക എന്നുള്ളതാണ്. അവരെ സ്ത്രീകളെ അതിക്രമിക്കാനും ആക്രമം നടത്താനും ഒന്നും ഒരു മടിയുമില്ലാത്തൊരു സംഘം. ഈ സംഘം പറവൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഭയക്കേണ്ടതാണ്. പോലീസ് ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്കും അതേപോലെ തന്നെ വലിയ വലിയ മോഷണങ്ങൾക്കും ഇടയാക്കുമെന്നുള്ളതാണ്. പമ്മി ഇരുന്ന് മോഷണം നടത്തുന്ന ഒരു സംഘം, ആ സംഘമാണ് മുൻപ് 2021 കേരളത്തിൽ ഈ സംഘം എത്തിയിരുന്നു. കോഴിക്കോടായിരുന്നു അന്ന്. കോഴിക്കോടും എറണാകുളത്തും തൃശ്ശൂരും എല്ലാം ഇവർ മോഷണം നടത്തി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പുതിയ പുതിയ വാർത്തകൾ വരുന്നു. കുറുവാ സംഘം എത്തി എന്നുള്ള ഒരു വാർത്ത വരുന്നു. അതിന് തൊട്ടുപുറകെയാണ് എറണാകുളത്ത്. സഹിൻ, ഇതുമായി ബന്ധപ്പെട്ട് സഹിൻ ഈ മതിൽ ചാടിയതും കുറുവാ സംഘത്തിന്റെ രീതിയും ഒക്കെ വളരെ വ്യക്തമായി കൃത്യമായി എങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ളത് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതൊക്കെ സഹിൻ വിശദീകരിക്കുക എന്തായാലും.